സുരേഷ് ചേട്ടാ നോക്കണം ചേട്ടാ, ചില കല്ല് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ കാലിന് ഒന്ന് നോക്കണം ചേട്ടാ, പൊട്ടിയിട്ടുണ്ടോ ചിലപ്പോൾ. നമസ്കാരമുണ്ട്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് മൊക്കോട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാഴ്ചാമരത്താണ്. അപ്പോൾ കാഴ്ചാമരം നമ്മൾ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ ഇടാം. ആ വീടിൻ്റെ പണിയാണ്. ആ വീടിൻ്റെ പണിയാണെന്നല്ല, വീടിൻ്റെ ആളുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് ആ പണി കാണാം. നമുക്ക് വീട്ടിലേക്ക് പോവാം. ചേട്ടാ പിന്നെ രാവിലെ വന്നോ? അപ്പോൾ നമുക്ക് ഇന്ന് പണിയെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ മെറ്റ് കംപ്ലീറ്റ് ലെവലാക്കണം, വൃത്തിയാക്കണം. കുറേ ജില്ലുണ്ട്, കല്ലിൻ്റെ കഷ്ണമുണ്ട്, എല്ലാം ഒതുക്കി എല്ലാം ഒതുക്കി കൂട്ടി ഓരോ ഭാഗത്ത് വലിയ വലിയ വേറെ കഷ്ണം കല്ലെല്ലാം മാറ്റിയിടാം. എന്നിട്ട് വീടിൻ്റെ ചുറ്റോടി ചുറ്റും നല്ല ഭാഗത്ത് വൃത്തിയാക്കണം. വീടിൻ്റെ പണി ബാക്കിന് നമുക്ക് ഈ കാടിനെ എത്തിക്കണം. ഇന്നലെ ഇതായിട്ട് ഞാൻ വന്ന് സ്വന്തമായി ചെയ്തതാണ്. കുറച്ച് കപ്പയുണ്ടല്ലോ, കുറച്ച് കപ്പയുണ്ട്. എന്ത് കപ്പയാണ്? ഇത് ഷുഗർ കപ്പയാണ്. ഇത് നല്ല ഷുഗർ കപ്പയാണ്. പൈസ നല്ല കപ്പയാണ്. നല്ല ഒരു കയ്പൊന്നുമില്ലാതെ നല്ല സൈസ് കപ്പയാണ്. 2 സൈസ് കപ്പയുണ്ട്. രണ്ടായിരം കപ്പയുണ്ട്. ഷുഗർ കപ്പയുണ്ട്, പക്ഷേ നാടൻ കപ്പയുണ്ട്. അത് നല്ല ചോന്ന കേങ്ങായിട്ടുള്ളതാണ്. ചോന്നുണ്ട്. അങ്ങനെ അത് മൊത്തം ചെത്തണം. 4 സൈഡും വൃത്തിയാക്കി. അപ്പുറം ചേന, കഴുങ്ങ്, പിന്നെ വാഴ ഇതെല്ലാം ഉണ്ട്. കഴുങ്ങ് നമ്മളെ മറ്റേ കുള്ളനാണ്. പക്ഷെ ഇപ്പം 2 വർഷമായിട്ട് വെച്ചിട്ട്. അപ്പം ഇപ്പം അത് കുറക്കാൻ തുടങ്ങി. ഒരു 2 വർഷം ചൊട്ടിട്ടു. 3 വർഷം കഴിക്കുന്ന 3-ാം കൊല്ലം കഴിക്കുന്നത്. അപ്പം കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്. വാഴ കുറക്കാൻ തുടങ്ങി. അപ്പം വെള്ളം അടിക്കുന്ന തോട്ടാണ്. ഇപ്പം 2 വർഷം കൊണ്ട് കഴിഞ്ഞ് ഇത്രയായി. ചൊട്ടയിട്ടു. 2 പേര് ചൊട്ടയിട്ടു. നമുക്ക് പണി തുടങ്ങിയാലോ? തുടങ്ങാം. മരണക്കല്ലല്ലേ, ചുറ്റും കല്ലുണ്ട്. എന്താ ഇനി ചെത്തി കഴിഞ്ഞില്ലേ? ഇത് അടുത്ത പണി നമുക്ക് ചെത്തിക്കഴിഞ്ഞാൽ ഇപ്പം വീടിൻ്റെ നേരത്തെ നിറയുന്നത് അത് ഓട്ട് വൃത്തിയാക്കി വേണം. കുറേ കല്ലിൻ്റെ കഷ്ണം, സിമൻറ്റ് പൊടി, കച്ചറ എല്ലാം വൃത്തിയാക്കി താഴെട്ടിട്ട് നേരത്തെ നിലയിൽ താഴെ നല്ല പിന്നെ വലിയ കല്ല് വേറെ വെക്കണം, കഷ്ണം കല്ല് വേറെ, പൊടികളെല്ലാം വേറെ, എല്ലാം വേറെ എല്ലാം ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മ മുകളിൽ പണിയിടുന്നത്. ഇത്രയും കച്ചറ ഈ മുകളിലുണ്ട്. ഇതെല്ലാം വെച്ച് കൂട്ടി അടുപ്പിച്ച് ലാസ്റ്റ് കോരി പുറത്തിടുന്നത്. അങ്ങനെ കോരിക്കുട്ടി വേസ്റ്റ് രാമകൃഷ്ണേട്ടനും സൂരജും കൂടി കോരി കൊട്ടയിലിട്ട് പുറത്ത് കളയുമ്പോൾ അങ്ങനെ ടെറസിൻ്റെ മുകളിലത്തെ മണ്ണും കല്ലും ഞങ്ങൾ നീക്കി കഴിഞ്ഞു. അപ്പം നല്ല വൃത്തിയായി. പിന്നെ അടുത്ത പണി ഞാൻ സൺസൈഡിൻ്റെ മുകളിൽ കുറച്ചുണ്ട്. അതും കൂടെ എടുത്താൽ ഈ ഭാഗത്തിൽ പണി കഴിഞ്ഞു. ബാക്കി താഴെയാണ്. താഴത്തെ പണി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിനി പണി ഉള്ളിലാണ്. ഉള്ളിൽ ഈ കല്ലെല്ലാം മാറ്റി പുറത്തിടണം. ഇത്രയും കല്ല് ഇത്രയും ബേസിലുണ്ട്. എല്ലാ റൂമിലുണ്ട് കല്ലും പൊടിയിലായിട്ട്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഉള്ളിലത്തെ കല്ലെല്ലാം മാറ്റി ഇനിയിപ്പം ഇതിൻ്റെ പൊടിയെല്ലാം ചേരണ്ടി വൃത്തിയാക്കി ഒരു സ്ഥലത്ത് കൂട്ടിയിരുന്നു. എന്നിട്ട് അവിടെ കൂട്ടിയിൽ പോയിട്ട് പുറത്തേക്ക് ചാട്ടുമ്പോൾ ഇപ്പം കൂട്ടിയിട്ട മണ്ണെല്ലാം പുറത്തേക്ക് കൊണ്ട് ചാടിയിരുന്നു. ഇപ്പം അങ്ങനെ ഉള്ളിലത്തെ പണിയെല്ലാം ഏകദേശം ക്ലിയറായി. എല്ലാ റൂമും വൃത്തിയാക്കി. ഇനി നമുക്ക് പണി ഞാൻ പുറത്താണ്. നമുക്ക് ഈ പോർച്ചിന്റെ കഷ്ണം കല്ലെല്ലാം പറിച്ച് അപ്പുറം അപ്പുറം ബേക്കിലെ മതിന്റെ സൈഡിലോ എന്നിട്ട് നല്ല കല്ലെല്ലാം ഇതാക്കി വെക്കാം.
നമ്മൾ അടുത്ത പണി കല്ലിൽ അട്ടി വെക്കലാണ്. സുരേഷ് ചേട്ടാ നോക്കണം ചേട്ടാ, ചില കല്ല് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ കാലിന് ഒന്ന് നോക്കണം ചേട്ടാ, പൊട്ടിയിട്ടുണ്ടോ ചിലപ്പോൾ. ഇതിലെ കാർ പൊടിച്ചിട്ട് വെക്കാം അല്ലേ? അതന്നെ, ഇനിയിപ്പോൾ കോഴിയെല്ലാം എടുക്കുമ്പോൾ പൊട്ടി നോക്കണേ. അങ്ങനെ ചെത്തുകല്ല് മാറ്റി പിന്നെ അടുത്ത പണി ഞാൻ ആരേഞ്ച് അങ്ങോട്ട് അടുപ്പിക്കാണ്ട് എല്ലാം കാർപോച്ചിനുള്ളിൽ അട്ടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സുഹൃത്ത് രാമകൃഷ്ണൻ പറഞ്ഞ പണിയെല്ലാം കഴിഞ്ഞുട്ടാ. രാവിലത്തെ പണി കഴിഞ്ഞാൽ ബാർപ്പിൻ്റെ മുകളിൽ പണിയുണ്ടായി, അതിന് ഉള്ളിൽ പണിയുണ്ടായി, അത് കല്ല് മാറ്റാനുണ്ടായി, അരിഞ്ഞ് വരാനുണ്ടായി, അതെല്ലാം മാറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ തേപ്പിൻ്റെ പണിയാണ്. തേപ്പിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണിയില്ല. പിന്നെ നമ്മൾ എന്ത് പണിയും ചെയ്ത് കൊടുക്കും, ഏത് പണിയും ചെയ്ത് കൊടുക്കും. കൃഷിപ്പണിയായും കൃഷിപ്പണി, വീട്ടിൻ്റെ പരിസരം വൃത്തിയാക്കാണെങ്കിലും ചെയ്ത് കൊടുക്കും. നമുക്കെന്ത് മടിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.